നമുക്കെതിരെ ഒരു പൊതുശത്രു നിൽക്കുന്നുണ്ട്. അവൻ സർപ്പം പോലെ ഇങ്ങനെ അവന്റെ പത്തി വിടർത്തി നിൽക്കുന്നുണ്ട് പൊതുശത്രു. അത് ഈ രാജ്യത്തുണ്ട്. ഫാസിസമാണത്. ഫാസിസം പത്തി വിടർത്തി നിൽക്കുകയാണ്. സാമ്രാജ്യത്തിൽ ലോകത്ത് പത്തി വിടർത്തി നിൽക്കുകയാണ് ഇസ്ലാമിനെതിരെ. ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുകയാണ്. ഇവിടെ നാം ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് കഴിയണം. നമ്മെ ഒന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലുമുള്ളത്. നമ്മുടെ അള്ളാഹു ഒന്നാണ്, നമ്മുടെ ദീൻ ഒന്നാണ്, നമ്മുടെ പ്രവാചകൻ ഒന്നാണ്, നമ്മുടെ ഖിബല ഒന്നാണ്, നമ്മുടെ ഖുർആൻ ഒന്നാണ്, നമ്മുടെ ലക്ഷ്യവും ഒന്നാണ്. ഈ 5-6 കാര്യങ്ങളിൽ നമുക്ക് ഒന്നിക്കാമെങ്കിൽ നമ്മളെ ഭിന്നിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതിനേക്കാൾ എത്രയോ ചെറുതാണ്, എത്രയോ കുറവാണ്. അതുകൊണ്ട് ഒന്നിച്ചു നിൽക്കാൻ കഴിയണം പൊതുശത്രുവിനെതിരെ. അതിനൊരിക്കലും നമുക്കിടയിലുള്ള ആഭ്യന്തരമായ പ്രശ്നങ്ങളൊന്നും തടസ്സമായി മാറരുത്. നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നതോടൊപ്പം തന്നെ ഈ സമൂഹത്തിന്റെ, സമുദായത്തിന്റെ, രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയണം. ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിലാണ് നമ്മളുള്ളത്. ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം സമൂഹം ഒരിക്കലും വിഡ്ഢികളായിക്കൂടാ. ഞാൻ ഓർക്കുകയാണ്, UP-യിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം സ്ഥിരമായി ജയിച്ചു വരും. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ എങ്ങനെ ജയിച്ചു വരിക? പെരുന്നാളിന്റെ ദിവസം, ചെറിയ പെരുന്നാളിന്റെ ദിവസം ഡൽഹി ജുമാ മസ്ജിദിന്റെ മുന്നിൽ അദ്ദേഹം വന്നു നിൽക്കും. എന്നിട്ട് 2 രൂപയുടെ അത്തറുമായി വരും. ഒരു കുപ്പിക്ക് 2 രൂപയാണ് വില. അത് അദ്ദേഹം ബൾക്കായി വാങ്ങിക്കും. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് ഡൽഹി ജുമാ മസ്ജിദിൽ ഇറങ്ങി വരുന്ന ആളുകൾക്ക് 2 രൂപയുടെ ഒരു ചെറിയ അത്തറൂപ്പി കൊടുക്കും. അതോടെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കും, ഇദ്ദേഹം നമ്മുടെ ആളാണ്. എന്താ കാരണം? പെരുന്നാളിന് 2 രൂപയുടെ അത്തറൂപ്പി നൽകി. ഇങ്ങനെ ഒരു വളിച്ച ചീരിയുടെ മുന്നിൽ നമ്മൾ ഒരിക്കലും വിഡ്ഢികളായി മാറരുത്. നമ്മൾ കാര്യങ്ങളെ കാര്യമായി മനസ്സിലാക്കണം. കേരളം എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിന്റെ ഒരു കൊച്ചു തുരുത്താണ്. ഇവിടെയും ഈ സൗഹാർദ്ദം നഷ്ടപ്പെട്ടുകൂടാ. ഫാസിസത്തിന് ഈ മണ്ണിലേക്ക് കടന്നു വരാനുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുക്കരുത്. തീർച്ചയായിട്ടും നമ്മുടെ വോട്ടവകാശങ്ങൾ കൃത്യമായി അത് ഫാസിസത്തിനെതിരെ വിനിയോഗിക്കപ്പെടണം. ഫാസിസത്തിന് ഈ മണ്ണിൽ ഒരിക്കലും ഒരു ചാൻസും ഇല്ലാത്ത രീതിയിൽ കൃത്യമായി വിവേകത്തോടുകൂടി, പക്വതയോടുകൂടി, ബുദ്ധിപരമായി നമ്മുടെ വോട്ടവകാശങ്ങൾ വിനിയോഗിക്കപ്പെടണം. അതുകൂടി ഈദിന്റെ ദിനത്തിൽ തീർച്ചയായിട്ടും ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മളൊരു ഖൈറു ഉമ്മത്താണ്. അള്ളാഹു നമുക്ക് നൽകിയ 2 സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒന്ന്, നിങ്ങൾ ഖൈറു ഉമ്മത്താണ്, ഉത്തമ സമൂഹമാണ്. 2, ഉമ്മത്തം വസത്ത, നിങ്ങൾ മധ്യമ സമൂഹമാണ്. ഈ 2 സർട്ടിഫിക്കറ്റുകളും പടച്ചതമ്പുരാൻ നമുക്ക് മാത്രം നൽകിയതാണ്, വേറെ ആർക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ആ ഖൈറു ഉമ്മത്തായിട്ട് നമുക്ക് തുടരാൻ കഴിയണം. നമ്മൾ തീവ്രതയില്ലാത്ത എന്നാൽ നമ്മൾ അലസന്മാരുമല്ലാത്ത ഒരു മധ്യമ നിലപാടിലൂടെ തീർച്ചയായിട്ടും നമുക്ക് നീങ്ങാൻ കഴിയണം. ആ നിലപാടാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ വിജയിപ്പിച്ചിട്ടുള്ളത്. അതേ വിജയിക്കാനുള്ള വഴിയുള്ളൂ. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ്. എന്താണ് ഉത്തരവാദിത്തം? മാനവരാശിക്ക് സന്മാർഗം പകർന്നു കൊടുക്കുക. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.